കഴിഞ്ഞ ദിവസമായിരുന്നു ഏവരെയും വിഷമിപ്പിച്ചുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് അപകടമുണ്ടായത്. 4 കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ആ സ്ഥലം, ഈ പനയമ്പാടം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ സന്ദർശനം നടത്താൻ പോവുകയാണ്. അപകടമുണ്ടായ സ്ഥലത്ത് സംയുക്ത പരിശോധനയും നടക്കുന്നുണ്ട് ഇന്ന്. അതേസമയം റോഡ് പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ സംഘടനകൾ, ഈ രാഷ്ട്രീയ സംഘടനകളൊക്കെ പ്രതിഷേധം കടുപ്പിക്കാനും സാധ്യതകൾ ഏറെയാണ്. വിവരങ്ങൾ നൽകാൻ രാജേഷ് ചേരുന്നുണ്ട്. രാജേഷ്, നമുക്കറിയാം ഈ ഒരു സംഭവം ഏറെ ഞെട്ടിച്ചിരിക്കുന്നു കേരളക്കരയെ. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഗണേഷ് കുമാർ നേരത്തെ തന്നെ ചില പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്തായാലും അദ്ദേഹം നേരിട്ട് സ്ഥലം സന്ദർശിക്കാൻ പോവുകയാണ്. എങ്ങനെയൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഭദ്ര പറഞ്ഞപ്പോൾ തന്നെ ആലപ്പുഴ കളർക്കോട് അപകടത്തിന് ശേഷം കേരള ജനതയെ ഞെട്ടിച്ച മറ്റൊരു അപകടമായിരുന്നു പാലക്കാട് പനയമ്പാടത്തുള്ള ഒരു വിദ്യാർത്ഥികളുടെ നേരെ ലോറി മറിഞ്ഞുള്ളൊരു അപകടം. ഈ അപകടത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 വിദ്യാർത്ഥികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. കരിമ്പന ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇർഫാന, നിത, മിത, ആയിഷ എന്നീ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 വിദ്യാർത്ഥികൾക്കാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഇവർക്ക് ഇന്നലെ കേരളം ഒരു കണ്ണീരോടെ വിട നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അപകടം നടന്ന, നിത്യമായി അപകടം നടക്കുന്ന ഒരു 2 കൊല്ലത്തിനുള്ളിൽ 50ഓളം അപകടങ്ങളും 7 മരണങ്ങളും സംഭവിച്ച ഈ പനമ്പാട ഈ റൂട്ടിൽ ഒരു ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സന്ദർശനം നടത്തുന്നതും അടിയന്തര നടപടി സ്വീകരിക്കാൻ ഒരു യോഗം ചേരുന്നതും, അതുപോലെ തന്നെ ഇന്ന് പ്രദേശത്ത് സംസ്ഥാനത്തെ വിവിധ വകുപ്പുകൾ ചേർന്നൊരു സംയുക്തമായ ഒരു പരിശോധന നടത്തുന്നുണ്ട്. അതിൽ തന്നെ ജില്ലാ പോലീസ് മേധാവി, RTO, പൊതുമരാമത്ത് വകുപ്പ്, മറ്റു വിഭാഗങ്ങൾ, ദേശീയപാത അതോറിറ്റി എല്ലാം ചേർന്നൊരു സംയുക്ത പരിശോധന നടത്തുന്നുണ്ട്. ഈ പരിശോധന നടത്തുന്ന ഭാഗമായി ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിക്കും. ഈ ആക്ഷൻ പ്ലാൻ പ്രധാനമായും ഈ പ്രദേശത്തെ നാട്ടുകാരുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തായിരിക്കും ഈ ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുക. ഇത് പ്രധാനമായും നാട്ടുകാരും അപകടം നടന്ന അന്ന് മുതൽ നാട്ടുകാർ പ്രതിഷേധമായി രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസും പല പ്രാദേശിക പാർട്ടികളും, കോങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി, അങ്ങനെ പല പ്രാദേശിക പാർട്ടിയും രംഗത്ത് വന്നിരുന്നു ഒരു പ്രതിഷേധമായി. നിത്യ അപകടം സംഭവിക്കുന്ന സ്ഥലമായിട്ടും ഈ ഭരണകൂടം വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല എന്നൊരു ആക്ഷേപം ഉയർന്നിട്ടാണ് ഇവർ പ്രതിഷേധമായി മുന്നോട്ട് വന്നത്. ഈ പ്രതിഷേധം കണക്കിലെടുത്തായിരിക്കും ഒരു അടിയന്തര നടപടി സ്വീകരിക്കുന്നതും ജില്ലാ വകുപ്പ് തല മറ്റു വകുപ്പുകൾ ചേർന്ന് ഒരു സംയുക്ത പരിശോധന നടത്തുന്നതും. ഈ പരിശോധന ഒരു ഉന്നതതല യോഗം ചേർന്നിട്ട് ഇന്നലെ കെ കൃഷ്ണൻകുട്ടി മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സംയുക്ത യോഗം ചേർന്നിട്ടു. ആ യോഗത്തിലാണ് തീരുമാനമുണ്ടായിട്ടുള്ളത്. ഇന്ന് വിവിധ വകുപ്പുകൾ ചേർന്ന് സ്ഥലം സന്ദർശിക്കുകയും ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിക്കും എന്നൊരു കാര്യം. അതുപോലെ തന്നെ ഈ പ്രദേശവാസികളുടെ ഒരു അഭിപ്രായം കണക്കിലെടുത്തായിരിക്കും ഇന്ന് വകുപ്പ് തല പരിശോധന നടത്തുകയും ഒരു ആക്ഷൻ പ്ലാൻ സർക്കാരിന് സമർപ്പിക്കുകയും സർക്കാരിന് ഉന്നതതലം ഇത് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുക എന്നൊരു കാര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അപകട പ്രദേശത്ത് ആവശ്യമായ പരിഹാര നടപടി സ്വീകരിക്കാൻ മന്ത്രിയുടെ സന്ദർശനം ഒരു നേതൃത്വം നൽകും. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളാണ് ചേർന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ഈ പ്രദേശത്ത് നിത്യ അപകട സ്ഥലമായ പ്രദേശത്ത് കോങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു നിരാഹാര സമരം നടത്തുന്നുണ്ട്. ഈ സമരത്തിൻ്റെ ഈ പ്രദേശത്ത് പരിശോധന നടത്തുന്ന ഭാഗമായിട്ട് തന്നെ അപ്പുറം മറ്റൊരു ഭാഗത്ത് പരിശോധന നടത്തുന്നുണ്ട്. അത് ഈ പ്രതിഷേധം കനക്കുമ്പോൾ ഈ അപകടമാകുന്ന സ്ഥലത്ത് കൂടുതൽ നടപടി സ്വീകരിക്കാമെന്നും, അതുപോലെ തന്നെ ഇനിയുള്ളൊരു അപകടം മറ്റൊരു ജീവൻ റൂട്ടിൽ പൊലിയാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാനുമായിരിക്കും ഗണേഷ് കുമാർ ഇന്ന് സന്ദർശിക്കുന്നതും. വിവിധ വകുപ്പ് തല മേധാവികളും ജില്ലാ പോലീസ് മേധാവിയും മറ്റു വകുപ്പുകളും ചേർന്ന് ഒരു സംയുക്ത പരിശോധന നടത്തി ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച് അത് സർക്കാരിനെ സമർപ്പിക്കുന്നതും. മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ വളവ് പോലെ ഒരു പരിഹാരം കണ്ട പോലെ ഈ പാലക്കാട് ജില്ലയിലെ പനയമ്പാടത്ത് മറ്റൊരു പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭദ്ര. തീർച്ചയായും രാജേഷ്, അതുപോലെ തന്നെ ഈ മോട്ടോർ വാഹന വകുപ്പ് ഈ ഒരു വിഷയത്തിൽ നേരത്തെ തന്നെ ഇടപെടൽ നടത്തുകയും വേണ്ടപ്പെട്ട അധികൃതരെ വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അപകടങ്ങൾ ഉണ്ടാകുന്നതിനെ പരിശോധിക്കുക എന്ന് മാത്രമാണ്. പക്ഷേ ഈ റോഡിന്റെ ശാസ്ത്രീയ നിർമ്മാണം, അതായത് ഇതിൽ അശാസ്ത്രീയതയുണ്ട് എന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അധികൃതരെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല എത്രയും പെട്ടെന്ന് ഇവിടെ ഈ വേഗ നിയന്ത്രണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സജ്ജീകരിക്കണം എന്ന് 6 മാസം മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എന്നിട്ട് പോലും ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു അപകടത്തിന് കാരണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ ഇത്തരത്തിൽ
പരിശോധനകൾ അതും സംയുക്തമായി തന്നെയാണ്. നമുക്കറിയാം ദേശീയ പാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അവർ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഒരു സംയുക്ത പരിശോധനയ്ക്ക് ശേഷം ഒരു വ്യക്തത വരും, അല്ലെങ്കിൽ ഒരു പരിഹാരം കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വിശ്വസിക്കുന്നതല്ലേ? എങ്ങനെയാണ് നാട്ടുകാരുടെ ഒരു പ്രതികരണം വരുന്നത്? ഭദ്ര പറഞ്ഞ പോലെ തന്നെ ഈ MVD ഗതാഗത വകുപ്പെല്ലാം കുറച്ചു കാലം മുന്നേ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ 2 കൊല്ലത്തിനുള്ളിൽ 50ഓളം അപകടമാണ് ഈ പാതയോർത്ത് സംഭവിച്ചിട്ടുള്ളത്. അതിൽ 7 മരണം സംഭവിച്ചു. അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ പാതയോർത്ത് അടിപ്പാത നിർമ്മിക്കണം, ഡ്രൈനേജ് നിർമ്മിക്കണം, അതുപോലെ തന്നെ നടപ്പാത, വിദ്യാർത്ഥികൾ സഞ്ചരിക്കാനുള്ള നടപ്പാത ഉണ്ടാകണം. തൊട്ടടുത്ത് സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഒരു നടപ്പാത വേണമെന്നും, അതുപോലെ തന്നെ സ്കൂളിലെ സമയങ്ങളിൽ രാവിലെ 9 മണി മുതൽ 5 മണി വരെ ഒരു പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒരു സുരക്ഷ ഏർപ്പെടുത്തണം എന്നൊക്കെ ഗതാഗത വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും മുൻപ് ഗതാഗത വകുപ്പ് പറഞ്ഞിട്ടുള്ളത് റോഡിന്റെ മിനിസം കുറയ്ക്കണം, അല്ലെങ്കിൽ സ്പീഡ് ബ്രേക്ക് വേണം. ഇതൊക്കെ എത്രത്തോളം പ്രാവർത്തികമായി എന്നതിനുള്ളൊരു ഉദാഹരണമായിരുന്നു പനമ്പാടത്തെ അപകടം. എന്തായാലും പരിശോധന നടക്കട്ടെ, കൂടുതൽ ഇനിയൊരു മരണം ഈ റൂട്ടിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഭദ്ര. തീർച്ചയായും രാജേഷ്, എന്തായാലും നമുക്കറിയാം ഈ ലോറി മറിഞ്ഞ് 4 വിദ്യാർത്ഥികൾ മരിച്ച ഒരു സംഭവത്തോടു കൂടി എന്തായാലും മന്ത്രിമാരടക്കം രംഗത്ത് വരികയാണ്. നേരത്തെ രാജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ കൃഷ്ണൻകുട്ടി അദ്ദേഹം പറഞ്ഞിരുന്നു, വേഗ നിയന്ത്രണം ഉണ്ടാക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഈ പ്രദേശത്ത് കൊണ്ടുവരാൻ അതത് വകുപ്പിനെ കാര്യങ്ങൾ അറിയിക്കുമെന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഈ സ്ഥലം സന്ദർശിക്കുന്നു. ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ദേശീയ പാത അധികൃതർ, അതുപോലെ തന്നെ PWയുടെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സംയുക്തമായിട്ടുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട്. പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണും എന്ന് തന്നെയാണ് നമ്മളും ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഇനിയൊരു ജീവനും ഇത്തരം അപകടങ്ങളിൽപ്പെട്ട് റോഡുകളിൽ പൊലിയാതിരിക്കട്ടെ എന്ന് പറയുന്നു ഈ ഒരു ഘട്ടത്തിൽ.